നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വീണ വിജയൻ, വീണ ടീയും ഒപ്പം തന്നെ മുഹമ്മദ് റിയാസും ഒപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ വാഹനം അവിടേക്ക് കടന്നു വരുന്നതാണ്. റോഡിൽ വാഹനം മുന്നോട്ട് പോകുന്നതിന് ചില തടസ്സമുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇതാ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്. മാധ്യമപ്രവർത്തകരുടെ വലിയ തിരക്കൊക്കെ ഉണ്ട്. എന്തായാലും ID ഓഫീസിന് ഉള്ളിലേക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിന് ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്. യെസ്, ഇതാ ഇപ്പോൾ മാസ്ക് വെച്ച് ഉള്ളിലേക്ക് കടന്നു പോയത് വീണ ടീ ആണെന്ന് മനസ്സിലാക്കാം. ഒരു വനിതയിലെ കടന്നു പോകുന്നതായി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീണ ടീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ആ ദൃശ്യങ്ങൾ മറ്റ് ക്യാമറമാർ ആ ദൃശ്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിനുള്ളിലേക്ക് കടന്നു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ ടീ ഉള്ളിലേക്ക് പോകുന്നു. സാധാരണ രീതിയിൽ മുഹമ്മദ് റിയാസിൻ്റെ അകത്ത് കക്ഷിയല്ല, അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് ഭാര്യയ്ക്ക് അവർ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഒരു പിന്തുണയായിട്ട് വാഹനത്തിൽ വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നവമി ദിനേശ് ഉണ്ട്. നവമി, വീണ ടീ ഉള്ളിലേക്ക് കടന്നു പോയെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അങ്ങനെയല്ലേ? അതെ സരിത്ത്, എന്തായാലും വീണ ടീ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടിരിക്കുന്നുണ്ട്. 10:30 തന്നെ, കൃത്യം 10:30 തന്നെ വീണ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-ക്കൊപ്പമാണ് വന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. അവർ വന്ന വാഹനം പുറത്തേക്ക് പോയിരിക്കുകയാണ്, മടങ്ങിപ്പോയിരിക്കുകയാണ്. വീണ ടീ ഒപ്പിട്ടതിന് ശേഷം മാസ്ക് വെച്ചാണ് അവർ എത്തിയിരിക്കുന്നത്. ഒപ്പിട്ടതിന് ശേഷം അവർ ED ഓഫീസിനുള്ളിലേക്ക് കടക്കുകയാണ്. അവർക്ക് ഇപ്പോൾ വീണയുടെ പ്രധാനമായും ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യൽ അത് നിർണായകമായി മാറുന്നതാണ്. പ്രത്യേകിച്ച് വീണയിൽ നിന്നും ഇടിക്ക് പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനമാണ് ഈ കമ്പനികൾ തമ്മിൽ നൽകിയത്, അതോടൊപ്പം തന്നെ ഇത്രയും വലിയ തുക 2 കോടിയിലധികം വരുന്ന തുക ഇവർക്ക് കൈമാറണമെങ്കിൽ അതെന്ത് സേവനം നൽകിയിട്ടാണ്, പിന്നീട് എന്തുകൊണ്ടാണ് ഈ പണം തിരികെ നൽകാത്തത്, അങ്ങനെ പല ചോദ്യങ്ങൾ, കൃത്യമായിട്ടുള്ള രേഖകൾ, ആവശ്യമായിട്ടുള്ള രേഖകളടക്കം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ED നേരത്തെ തന്നെ വീണ വിജയനോട് ആവശ്യപ്പെട്ടിരുന്നത് ചില രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള രേഖകളുമായി തന്നെയാണോ വീണ ടീ ഹാജരായതെന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്. എന്തായാലും ചോദ്യം ചെയ്യൽ 11 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. 10:30 തന്നെ ഹാജരാകണമെന്ന് വീണ ടീനോട് ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് വീണ ഹാജരായിരിക്കുകയാണ്. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-ക്കൊപ്പമാണ് വീണ വന്നിരിക്കുന്നത്. വലിയ തിരക്കായതുകൊണ്ട് തന്നെ അവർ വാഹനം ഉള്ളിലേക്ക് കടന്നില്ല. വാഹനം നിർത്തി വീണ അകത്തേക്ക് കടക്കുകയായിരുന്നു. മുഹമ്മദ് റിയാസ് വാഹനത്തിൽ തന്നെ ഇരുന്നു. അദ്ദേഹം തിരിച്ചു മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇനി അതിനിർണായകമായ ചോദ്യം ചെയ്യലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണ CMRL തിരിച്ചടി ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞതാണ് വീണ വിജയനെ ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന്. അങ്ങനെ ആ ഒരു ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ, ആ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇനി വീണ വിജയൻ നേരിടുന്ന ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഈ ഒരു CMRL എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ, എന്ത് സേവനമാണ് നൽകിയത്, അതിനൊക്കെ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയുമോ, എന്തിനാണ് ഇത്രയും വലിയ തുക, പ്രത്യേകിച്ച് വായ്പ എടുത്തിട്ടും CMRLന്റെ സഹോദര സ്ഥാപനത്തിൽ നിന്നും ഇത്രയും വലിയ തുക വായ്പ എടുത്തിട്ടും എന്തുകൊണ്ടാണ് അത് തിരികെ നൽകാത്തത് എന്നീ കാര്യങ്ങളൊക്കെ വീണയ്ക്ക് ഉത്തരം നൽകിയേ മതിയാകും. എന്തായാലും CMRLും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കേസിൽ എന്ത് സേവനമാണ്, അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, ഇതൊക്കെ തന്നെയാണ് ED പ്രധാനമായും ചോദിച്ചറിയുക. എന്തായാലും വീണ ടീ 10:30 തന്നെ ED ഓഫീസിൽ ഹാജരായി. ED ഉദ്യോഗസ്ഥരെല്ലാം ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഇന്നലെയൊക്കെ ശരണസ് കർത്തയിലേക്ക് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് വൈകിട്ടോടുകൂടിയാണ്. ഇന്നും ഇപ്പോൾ സ്വാഭാവികമായും EDയുടെ ഒരു ചോദ്യം ചെയ്യൽ ചിലപ്പോൾ രാത്രി വരെ നീണ്ടേക്ക് വരാം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും എടുത്തായിരിക്കുമ്പോൾ ഒരു ചോദ്യം ചെയ്യലാണ് ED നടത്തുന്നത്. എന്തായാലും വീണ വിജയനെയും ആ ചോദ്യം ചെയ്യലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വീണയ്ക്ക് EDക്ക് മുന്നിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ നൽകിയേ മതിയാകൂ. പ്രത്യേകിച്ച് SFIയുടെ അടക്കം രേഖകൾ കയ്യിൽ കരുതിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ തെളിവുകളുമായി വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് വീണ ഇനി നേരിടാൻ പോകുന്നത്. ഇതിൽ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി വരുന്നത്, ഇപ്പോൾ ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ എന്നത് തന്നെയാണ് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിൽ കൈവരുന്നത്. എന്തായാലും വലിയ തിരക്ക് തന്നെയായിരുന്നു. പോലീസുകാരൊക്കെ നിയന്ത്രിച്ച്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ, നമുക്ക് ദൃശ്യങ്ങൾ എടുക്കാനുള്ള ഒരു തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് വീണ വിജയൻ ED ഓഫീസിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. സജിത്ത്.
യെസ് നവമി, ഈ കേസിന്റെ രാഷ്ട്രീയം പ്രാധാന്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ സാങ്കേതിക നിയമപ്രശ്നങ്ങളിലേക്ക് വന്നാൽ ഇ ഡിക്ക് അന്വേഷിക്കാനാവുക, അല്ലെങ്കിൽ ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്. അത് അവർക്ക് അന്വേഷിക്കാനുള്ള വകുപ്പുണ്ടെന്നും വ്യവസ്ഥയുണ്ടെന്നും അവകാശമുണ്ടെന്നുമാണ് കോടതിയും സ്ഥിരീകരിച്ചത്. ഇനി കള്ളപ്പണ വിഷയത്തിലേക്ക് വന്നാൽ വീണ ടി എന്ന വ്യക്തി ഒരു പ്രതിഫലം വാങ്ങി, ഒരു സേവനം നൽകി. സേവനം നൽകിയോ ഇല്ലയോ അത് മറ്റൊരു തർക്ക വിഷയമാണ്. SFIO അതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ കൈമാറിയ പണം കള്ളപ്പണമാണോ അല്ലയോ എന്ന വിഷയം മാത്രമല്ലേ ഇ ഡിയുടെ പരിഗണനയിലേക്ക് വരുള്ളൂ. ഒരു സേവനം നൽകി, ആ സേവനം മതിയായതാണോ അല്ലയോ എന്നത് ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമാവാൻ സാധ്യതയുണ്ടോ? മറിച്ച് കള്ളപ്പണം മാത്രമല്ലേ അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്? അങ്ങനെയെങ്കിൽ കള്ളപ്പണ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ CMRL എന്ന പണം നൽകിയ ഏജൻസി ആയിരിക്കില്ലേ പ്രധാനമായും പ്രശ്നക്കാരനായി മാറുക? അതേസമയം പ്രതിഫലം വാങ്ങിയ വ്യക്തി അവർ അക്കൗണ്ട് ചെയ്താണ് ഈ പണം വാങ്ങിയതെങ്കിൽ കള്ളപ്പണ വിഷയത്തിൽ ഒരുപക്ഷെ വീണ ടിക്ക് അത് പറഞ്ഞ് ഈ കേസിൽ നിന്നും ഒരുപക്ഷെ പിന്നോട്ട് പോകാൻ സാധിക്കുമോ? എന്താണ് ഈ നിയമവിദഗ്ധർ ഇതിൻ്റെ ഒരു സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? സത്യത്തിൽ ഇതിലൊരു സാമ്പത്തിക ഇടപാട് നടന്നു, അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നൊരു സംശയത്തിൽ തന്നെയാണ് ഈ മാസപ്പടി കേസിൽ ഇ ഡിയിലേക്ക് എത്തുന്നത്. അതിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRL തമ്മിലാണ് ഈ സാമ്പത്തിക ഇടപാട് നടത്തിയത്. അതൊരു സേവനം, ഒരു IT സ്ഥാപനമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടത്തിയെന്നാണ് CMRLും എക്സാലോജിക്കും പറയുന്നത്. പക്ഷെ അത് എന്ത് സേവനമാണ് ഈ കമ്പനിക്ക് എക്സാലോജിക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും രണ്ടുപേർക്കും, അതായത് ശശിധരൻ കർത്തയ്ക്കോ വീണ വിജയനോ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. ഈ CMRLിലെ സഹോദര സ്ഥാപനത്തിലടക്കം നിന്നും വീണ വിജയന്റെ അക്കൗണ്ടുകളിലേക്ക് പൈസ വന്നു. അതൊരു വായ്പയായിട്ടാണ് പൈസ എടുത്തതെന്നാണ് വീണ നൽകിയ മറുപടി. ആദ്യം 25 ലക്ഷം രൂപ എടുക്കുന്നു, പിന്നീട് അതിൽ കൂടുതൽ തുക എടുക്കുന്നു. പക്ഷെ ആ എടുത്ത തുക തിരികെ നൽകുന്നില്ല. ആ തിരികെ അടയ്ക്കാത്ത വിധത്തിൽ വീണ്ടും എങ്ങനെയാണ് വായ്പ നൽകാൻ കഴിയുന്നത്? സ്വാഭാവികമായിട്ടും ഒരു ബാങ്കിൽ നിന്നും നമ്മൾ വായ്പ എടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ കടമെടുത്ത തുക അടച്ചു തീർത്താൽ മാത്രമേ രണ്ടാമതായിട്ടും തുക നൽകുകയുള്ളൂ. പക്ഷെ ഇവിടെ വ്യത്യസ്തമായി ആദ്യത്തെ തുക നൽകുന്നു, അത് തിരിച്ചടയ്ക്കണില്ല, വീണ്ടും തുക കൈമാറുന്നു. അതിൽ പലിശ അടക്കം വീണ ഇപ്പോഴും മുടക്കിയിട്ടുണ്ട്, പലിശ അടക്കം നൽകിയിട്ടില്ല. വായ്പ എടുത്ത തുക എന്നും മുഴുവനുമായി വീണ നൽകിയില്ല. എന്തുകൊണ്ടാണ് CMRL പിന്നെ അതിലൊരു നടപടി സ്വീകരിക്കാത്തത്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ബാക്കിയാവുന്നത്. അവിടെ തന്നെയാണ് ഇ ഡിയും സംശയിക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന സാമ്പത്തിക ഇടപാട് അതിനി കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയായിരുന്നോ എന്നൊരു സംശയത്തിലേക്ക് ഇ ഡിയെ എത്തിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. ഈ കോടതിയിലടക്കം 2 തവണ ഡിവിഷൻ ബെഞ്ചിനെ ആയിക്കോട്ടെ സിംഗിൾ ബെഞ്ചിനെ ആയിക്കോട്ടെ സമീപിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ ഇത് തന്നെയാണ് പ്രധാനമായും കോടതിയിലും വാദിച്ചത്. ഈ കോടതിയിലുള്ള വാദങ്ങൾക്കിടയിൽ പോലും അപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഒരു വ്യക്തത വരുന്നില്ല? എവിടെയൊക്കെ ഒരു പുകമറ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പുകമറ 2 കമ്പനികളും സൃഷ്ടിക്കുന്നു എന്ന് തന്നെയായിരുന്നു വാദങ്ങൾക്കുടനീളം ഇ ഡി കോടതിയിലോട് പറഞ്ഞിരിക്കുന്നത്. ആ വാദങ്ങൾ പൂർണ്ണമായും കേട്ടതിന് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ, അത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ അത് CMRL എന്ന കമ്പനിക്ക് പോലും ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു തരത്തിലേക്കല്ലേ കാര്യങ്ങൾ കടക്കുന്നത്? അത് കമ്പനിക്ക് തന്നെയല്ലേ ഗുണമാകുന്നത് എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.